and subscribe. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കനേഡിയൻ ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ അടുത്തൊരു പുതിയ കഫേ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് കേട്ടു. ഇന്ന് അവിടേക്ക് നോക്കാം. നോ സ്റ്റോമൊക്കെ കഴിഞ്ഞ് നമ്മൾക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത്യാവശ്യം റോഡിൽ ചളിയും സ്നോയും ഒക്കെ കൂടിക്കലർന്ന് കിടക്കുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പം നമ്മളിന്ന് പോകുന്ന കഫേയുടെ പേരാണ് ബേക്കറി 56. അവിടെ അടുത്ത് തന്നെയാണ് സ്ഥലം. അപ്പം ജസ്റ്റ് അവിടെ പോയി അവിടുത്തെ സംഗതികളൊക്കെ കണ്ട് ഒന്ന് മനസ്സിലാക്കിയെല്ലാം വരാം. എന്തായാലും ഒരു പുതിയ റൗണ്ട് വന്നല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൻ്റെ പോളിസി അറിയാമല്ലോ, സബ്സ്ക്രിപ്ഷനും ലൈക്കും ഒന്നുമില്ലാതെ ചാനലൊന്നും എവിടെയും റെക്കമെൻഡേഷൻ പോകില്ല. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അവർ വീഡിയോസ്. കൂടുതൽ കനേഡിയൻ കാഴ്ചകൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ റോഡൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. സ്നോ ഒക്കെ മാറ്റി വരുന്നേ ഉള്ളൂ. ആക്ച്വലി റോഡിലൊക്കെ നിറച്ച് ചളിയാണ്. ചളിയും മഡും എല്ലാം കൂടി ഒരു ബ്ലാക്ക് ഐസ് ഒക്കെ ആയിട്ടുണ്ട് പല സ്ഥലത്തും. നല്ല സ്ലിപ്പറിയാണ്. ഈ സിഗ്നലിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പം ഇവിടുത്തെ ട്രാഫിക് സിഗ്നലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ റെഡാണുള്ളത്. എന്നാൽ ജസ്റ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാതെ ഇപ്പം ഗ്രീനായി. നമ്മൾ അബദ്ധവശാൽ ആക്സിലേറ്റർ നമ്മൾ കാലൊക്കെ വെക്കും. പക്ഷേ ആക്സിലേറ്റർ കൊടുക്കാൻ പാടില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ പോയതിന് ശേഷം മാത്രമേ ലെഫ്റ്റ് ടേൺ ചെയ്യാൻ പാടുള്ളൂ. നമുക്കിവിടെ പ്രയോറിറ്റി ഇല്ല, ഓപ്പോസിറ്റ് സൈഡിലുള്ള വണ്ടിക്കാണ് പ്രയോറിറ്റി. അപ്പോൾ ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാൻ എല്ലാവരും ഡ്രൈവിംഗ് ശ്രദ്ധിക്കേണ്ടതാണ്. നാട്ടിൽ നിന്നൊക്കെ വരുന്ന പുതിയ ഡ്രൈവേഴ്സ് എല്ലാം ഗ്രീന് കാണുമ്പോൾ ഇപ്പം ആക്സിലേറ്റർ അടിച്ച് പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സിഗ്നലിൽ നിന്ന് ഇപ്പോൾ ടേൺ ചെയ്ത് ഈ റോഡിൻ്റെ എൻഡിലാണ് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന പുതിയ കഫേയും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കൺവെൻഷണൽ സെൻറ്ററും ഉണ്ട്. നമുക്ക് പോയി കണ്ടിട്ട് വരാം. പ്രത്യേകിച്ച് ഈ സ്നോ പെയ്യുന്ന ടൈമാണെങ്കിൽ അവിടുത്തെ ആംബിയൻസ് ഒരു പ്രത്യേക രസമാണ്. ആ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ ഇരിക്കാൻ തന്നെ പറയുന്നത്. ഈ കാണുന്നതാണ് കൺവെൻഷൻ സെൻറ്റർ. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് കഫേ ഉള്ളത്. നമുക്ക് കൺവെൻഷൻ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു വരാം. നമ്മുടെ നേരെ മുന്നിൽ കാണുന്നതാണ് ബേക്കറി 56. പക്ഷേ ചെറുതായൊന്ന് പണിപാളിയൊന്നും സംശയമുണ്ട്. അകത്ത് ലൈറ്റൊന്നും കാണാനില്ല. ഇനി ഇത് റെഗുലറായി വർക്ക് ചെയ്യുന്നില്ല, ഒക്കേഷണലി മാത്രമുള്ളതാണോ എന്നുള്ളതും സംശയമുണ്ട്. കാരണം ഇതിൻ്റെ ടൈമിംഗ് ഇങ്ങനെയൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അതെന്തായാലും ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. അത് ക്ലോസ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് എന്നാ ക്യാബിൻ 6ലേക്ക് പോവാം. പറയാൻ വരായിരുന്നു നമുക്ക് മിൽട്ടണിലേക്ക് വിട്ടാലോ എന്ന്. മിൽട്ടണിൽ ക്യാബിൻ 6 എന്ന് പറഞ്ഞൊരു പിസ്സ ഷോപ്പുണ്ട്. നല്ല ഒന്നാന്തരം പിസ്സയാണ്. അവരുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ഓക്കെ അവർ ഓപ്പൺ ആയിരിക്കും. ഫ്രൈഡേസിൽ ഈവനിങ് 4 to 8, സാറ്റർഡേ നൂൺ ടൈം മുതൽ നൈറ്റ് 8 o'clock വരെ. അതാണ് അവരുടെ വർക്കിംഗ് ടൈം. നല്ല അടിപൊളി പിസ്സയാണ്. നമുക്ക് അവിടെ പോയിട്ട് ട്രൈ ചെയ്യാം.
ഒരു കണ്ടീഷനിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പം എപ്പോഴും ഒരു കൺട്രോളിൽ സ്പീഡിലേ പോകാവൂ. നമ്മൾ ഈ വണ്ടി ഒന്ന് സ്കിഡായി ഒരു ആക്സിഡൻ്റ് ആയി എന്ന് വെച്ചു, എന്തായിരിക്കും അടുത്ത അവസ്ഥ എന്ന് വെച്ചാൽ നെക്സ്റ്റ് മന്ത് മുതൽ നമ്മുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിൽ മാറ്റം വരും. ഇപ്പോൾ ഒരു ചെറിയ പൈസ ആയിരിക്കും കൊടുക്കുന്നത്. നെക്സ്റ്റ് മന്ത് മുതൽ ഒരു 200-250 ഉള്ളത് അതിൻ്റെ മുകളിൽ എക്സ്ട്രാ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതായത് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി റിപ്പയർ ചെയ്യേണ്ട പൈസ മാത്രമല്ല, പിന്നെ ഇൻഷുറൻസ് പ്രീമിയം, മന്ത്ലി അടക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു ലേക്കാണ്. അവിടെ ശുദ്ധവെള്ളമാണുള്ളത്, അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കണം. ഈ ലേക്കിൻ്റെ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് സോൾട്ട് വാട്ടർ ഉണ്ട്. അപ്പം സോൾട്ട് വാട്ടർ ഉണ്ട്, അത് ഫ്രീസ് ആവാണ്ട് വെള്ളമായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇൻഷുറൻസ് പ്രീമിയം എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. നെക്സ്റ്റ് മന്ത് മുതൽ ഇൻഷുറൻസിന് പ്രീമിയം നിങ്ങൾ ചിന്തിക്കാത്തതായിരിക്കും വരുന്നത്. വെറുതെ ട്രൗസർ കയറാൻ നിൽക്കണം. ഇതാ പറഞ്ഞാൽ ഇവിടെ സാൾട്ട് വാട്ടറാണ് ഈ സൈഡിൽ, അതുകൊണ്ട് ഈ ഏരിയ ഫ്രോസൺ അല്ല, അവിടെ വെള്ളമായിട്ട് തന്നെ കാണാം. വീഡിയോയുടെ ലെങ്ത്ത് കൂടി ലാഗ് അടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയതാണ് കേട്ടോ. ആക്ച്വലി ക്യാബിൻ 6 കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വന്ന് ഇവിടെ ബാക്കേഴ്സ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കടലിലേക്ക് പോകാം. പക്ഷേ അതിപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കിയോ എന്ന് സംശയമുണ്ട്. എന്തായാലും നാം മുന്നോട്ട് പോയി നോക്കാം. അവിടെ വല്ല കാഴ്ചകളും കാണുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ തിരിച്ചിങ്ങ് പോരാം. ഇതിങ്ങനെ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബോട്ടൊക്കെ കൊണ്ടുവന്ന് കടലിലേക്ക് ഇറക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മിക്കവാറും ഒന്നുകിൽ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയി കാണുമെന്ന് അറിയില്ല. അവിടെ കുറച്ച് ആളുകൾ ചേർന്നൊരു ബോട്ട് കടലിലേക്ക് ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് തിരിച്ചു പോകാം. ഭയങ്കര തണുപ്പാണെന്ന് പുറത്ത്, ഫുള്ള് ഫ്രോസൺ ആയിരിക്കും അവിടെയൊക്കെ. അഥവാ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ നേരെ പോയി വീഴുന്നത് വെള്ളത്തിലായിരിക്കും. അത് അതിലും തണുത്തായിരിക്കും. എന്നാലോചിച്ച് ഈ ക്ലൈമറ്റിൽ വെള്ളത്തിൽ വീഴാന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന സാധനമാണ് ക്യാബിൻ 6 പിസ്സ. Pizza.
ഈ കാണുന്ന പുള്ളിക്കാരനാണ് ഈ ഷോപ്പിൻ്റെ ഓണറും ഇവിടുത്തെ മെയിൻ ഷെഫും എല്ലാം. പുള്ളിയോട് ഞാൻ പേര് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി തന്നെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഹാഷ്ടാഗ് ഇടാൻ ദ ബിയേർഡ് ഷെഫ്, അതാണ് ഈ പുള്ളിയുടെ വിളിപ്പേര്. അതേപോലെ തന്നെ പുള്ളി നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പിസ്സ കുറച്ച് ടോസൊക്കെ ചെയ്ത് ഒന്ന് എന്താ പറയുക ഒരു പ്രൊഫഷണൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. അതുപോലെ പുള്ളി ഭയങ്കര വെൽക്കമിങ് ആണ്. വാട്ട് എവർ വി നീഡ്, വാട്ട് എവർ സ്പെക്സ്, അതുപോലെ പുള്ളി സാധനം ചെയ്തു തരും. ഇവിടെ ഇതുപോലെ ഒരുപാട് പിസ്സ ഐറ്റംസിൻ്റെ മെനു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട സാധനം പെസ്തോ ചിക്കൻ, ബാർബിക്യൂ, പുൾഡ് പോർക്ക്, അങ്ങനെ പല പല സാധനങ്ങളും ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ ഷോപ്പ് നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അപ്സ്റ്റെയറിൽ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഒരു ചെറിയൊരു പാർട്ടി നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അപ്സ്റ്റെയറിൽ പോയിട്ട് ഇതിൻ്റെ കാഴ്ചകളിലൊന്ന് കാണാം. വേറൊരു ഹാളിൽ ഇവിടെ ചെറിയൊരു പാർട്ടി നടക്കുന്നുണ്ട്. നമ്മൾ അധികം അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അത് തിരിച്ച് താഴേക്ക് തന്നെ പോവാം. എന്തായാലും ഞാനൊരു പെസ്തോയും ഒരു ബാർബിക്യൂ ഓർഡർ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ടേസ്റ്റ്സ്. സംഭവം കൊള്ളായിരുന്നു, അടിപൊളി സാധനം. കാണുമ്പോൾ തന്നെ ഒരു സുഖം തോന്നുന്നുണ്ട്. സ്റ്റോൺ ബേക്ഡ് ആയതുകൊണ്ട് അത്യാവശ്യം കരിയിലൊക്കെ സാധാരണയാണ്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കഴിക്കുമ്പോൾ അതങ്ങ് റിമൂവ് ചെയ്തൊക്കെ. ഇത് പിന്നെ ഒരു ഭയങ്കര ഹൈഫൈ എന്താ സെറ്റപ്പ് ഒന്നുമല്ലല്ലോ. അപ്പം നമ്മളത് ഇവിടെ നിന്ന് പിസ്സയൊക്കെ വാങ്ങി അടുത്തുള്ളൊരു പാർക്കിലേക്ക് വന്ന് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ഇനി മെല്ലെ പാർക്കിലേക്ക് നടന്നു പോയി നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഒരു ഹോട്ട് ടീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ മഞ്ഞൊക്കെ ഇവിടെ ഇങ്ങനെ പുതച്ച് കിടക്കുകയാണ്. ഇതാണ് ഷോൾ ഹാർബർ റിവറിൻ്റെ സൈഡിലുള്ള പാർക്ക്. ഇവിടെ നിന്ന് മേലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷോൾ ഹാർബർ റിവറൊക്കെ കൃത്യമായി കാണാം. കണ്ടോ, വണ്ടി പോയ കല കണ്ടോ, അവിടെ സ്നോയിലങ്ങ് പൂഴ്ന്നു പോയി. അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എല്ലാം മഞ്ഞ് വീണ് മൂടിക്കിടക്കുകയാണ്. താഴെ കാണുന്നതാണ് ഷോൾ ഹാർബർ റിവർ. ഇവിടെ നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവാം. പക്ഷേ ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ വളരെ സൂക്ഷിക്കണം. എല്ലാം ഹാർഡായ ഐസായിരിക്കും. മേലെ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ താഴെ പോയി വീഴും. എന്തായാലും കാറൊന്ന് ലോക്ക് ചെയ്തേക്കാം. കാനഡയൊക്കെ അല്ലേ, എപ്പോൾ എന്ത് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ കുറേ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതിയ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം സ്നോ വീണ് മറിഞ്ഞിരിക്കുകയാണ്. ഇരിക്കാനൊരു ബെഞ്ച് പോലും ഇല്ല, എല്ലാത്തിൻ്റെ മുകളിൽ സ്നോ. നല്ല അടിപൊളി പിസയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു കുഴപ്പമില്ല. ഒരു എന്താ പറയുക, വൻകിട ബ്രാൻഡുകളൊക്കെ കിടപിടിക്കുന്ന രീതിയിലൊരു സാധനമായിരുന്നു. അപ്പം ഏത് പാർക്ക് പോയാലും നമ്മൾ അവിടെ ഇവിടെ നിന്ന് ലിറ്റർ ചെയ്ത് പറയിപ്പിക്കാൻ പാടില്ല. വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് താഴേക്കൊന്ന് സ്റ്റെപ്പൊന്ന് ഇറങ്ങി പോവാം. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുന്നുള്ളൂ, കൂടുതലുള്ള ആൾ വരുന്നില്ല. അയാൾക്ക് ഭയങ്കര റിസ്ക്കായി ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള ഇതിൽ പിടിച്ച് മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങാം. എന്തായാലും സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഒറ്റ പോകായിരിക്കും. നമ്മൾ പഴയ സിനിമയിൽ ജഗതി പൂണീൻ്റെ മുകളിൽ നിന്ന് വീണ് നിന്നിട്ട് അങ്ങ് താഴെ എത്തുമ്പോഴത്തേക്ക് എല്ലാം പഞ്ചറായിട്ടുണ്ടാവും. ഇതാണ് അവസ്ഥ. നടുവിൽ ആരോ കുറച്ച് സ്നോ ഒക്കെ നീക്കിയിട്ടുണ്ട്, അതുകൊണ്ട് സുഖത്തിൽ ഇറങ്ങിപ്പോവും. എന്നാലും മേലെ കിടക്കുന്ന ഫ്രഷ് ഐസിൻ്റെ താഴെ കട്ടിയായിട്ടുള്ള
നല്ല സ്നോ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു പീസ് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇതേപോലെയാണ് സംഭവം. ഇതേപോലെ കട്ടിയുള്ള ഐസാണ് ഇതിൻ്റെ അടിയിലുള്ളത്. മേലെ കുറച്ച് ഫ്രഷ് സ്നോ വീണോണ്ട് നമ്മൾ കരുതും ഓക്കെ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ചിന്തിച്ച് ആരും ഇറങ്ങിപ്പോകരുത്, പോയി കഴിഞ്ഞാൽ പണിപാടും. അങ്ങനെ ഇങ്ങോട്ട് കോണിയൊക്കെ ഇറങ്ങി മനുവേ വന്ന് ഇനി ഇവിടുന്ന് തിരിച്ചങ്ങോട്ടേക്ക് നമുക്ക് ഈ പറപ്പത്തൂടെ കയറി ഇറങ്ങി അങ്ങ് പോവാം. വിചാരിച്ച പോലെയല്ല, നന്നായിട്ട് സ്നോ ഉണ്ടായിരുന്നു. കാല് ചില സ്ഥലത്ത് ചവിട്ടുമ്പോൾ മുട്ട് വരെ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എനിവേ എല്ലാം ഒരു രസമല്ലേ, എപ്പോഴും ഇങ്ങനെ സ്നോ ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് മെല്ലെ ഇവിടെ നടന്നും കയറാം. എന്നാ പിന്നെ ശരി, ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. കൂടുതൽ കനേഡിയൻ കാഴ്ചകളുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ടാറ്റ ബൈ ബൈ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, നിങ്ങളെ കമൻസൊക്കെ എഴുതണം. വ്യൂവും കമൻറ്റും ഒക്കെ കിട്ടുമ്പോഴാണല്ലോ ഓരോ യൂട്യൂബർക്കും പുതിയ പുതിയ വീഡിയോസ് ഇറക്കാൻ ഒരു പ്രചോദനമാവുക. അപ്പം ആരും മടിച്ചിരിക്കാതെ കിടന്നവരൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ ശരി, സി യു.